ദുരന്തബാധിതർക്ക് സർക്കാർ അന്ന് വാഗ്ദാനം ചെയ്തത് എന്തൊക്കെയായിരുന്നു? 4 മാസമായില്ലേ, നമുക്കത് എന്തൊക്കെയായിരുന്നു എന്നൊന്ന് നോക്കി വരാം. ദുരന്തം നടന്നത് നമുക്കൊക്കെ ഓർമ്മയുള്ളതുപോലെ ആ ഒരു രാവ് ഇരുട്ടി വെളുക്കുമ്പോഴാണ്. ജൂലൈ 30. പ്രഖ്യാപനമുണ്ടായത് ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ്. 10 ദിവസങ്ങൾക്കിപ്പുറം ജീവനോപാധി നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരാൾക്ക് 300 രൂപ വീതം ദിവസവും നൽകും. ഒരു കുടുംബത്തിലെ 2 പേർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. കിടപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബമാണെങ്കിൽ 3 പേർക്ക്. തുക നൽകുന്നത് 30 ദിവസത്തേക്കാണ്. 617 പേർക്ക് ഇതിനകം തുക നൽകിക്കഴിഞ്ഞു. മറ്റു വാസസ്ഥലത്തേക്ക് മാറാനുള്ള സഹായം വാടക നിശ്ചയിച്ചനുവദിക്കും. സംസ്ഥാന ദുരന്ത നിവാരണ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നിവയിൽ നിന്ന് 12 പേർക്കാണ് തുക നൽകിയത്. മുഴുവൻ ഗുണഭോക്താക്കൾക്കും സൗജന്യ റേഷൻ ഉറപ്പാക്കും. ഇതെല്ലാമാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക്, ആ ദുരന്തത്താൽ മുറിവേറ്റവർക്ക് നൽകിയ വാഗ്ദാനം. എന്നാൽ എന്താണ് പിന്നീടുണ്ടായത്? നിരവധി പേർക്ക് മാസവാടകയും ധനസഹായവും ലഭിക്കുന്നില്ലെന്നാണ് ഇപ്പോഴുയരുന്ന പരാതി. നമ്മളല്ല പറയുന്നത്, കിട്ടേണ്ട ആളുകളാണ്. സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണവും തുടർ ചികിത്സാ സഹായവും നിലച്ചു. പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നാണ് ദുരന്തബാധിതരുടെ ആവശ്യം. ഇപ്പോൾ ചൂരൽമലക്കാർ ഈ വലിയൊരു ദുരന്തമാണ്. ഇതിൻ്റെ കണ്ടെറ്റാൻ ഏറ്റവും ദുരന്തം. ഇനി ഏത് രീതിയിലായിരിക്കണം ഇവരെ പുനരധിവസിപ്പിക്കേണ്ടത്? ഇപ്പോൾ സർക്കാർ 2 സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക? ഇവിടെ നിൽക്കുന്ന ആളുകളെയും കൂടി സംരക്ഷിക്കണം. അതല്ലെങ്കിൽ സർക്കാർ പറയണത് ഇവിടെ ആരും നിൽക്കാൻ കഴിയില്ല, എല്ലാവരെയും കൂടി വേറെ കണ്ടെത്തിയാൽ അവിടെ നിർത്തണം. മരിച്ച വീട്ടിലും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണ് ഇവിടെ നിൽക്കുന്ന ആളുകൾ. അവരെ നിർബന്ധമായിട്ടും സർക്കാർ സംരക്ഷിക്കണം. ജീവിക്കുന്ന ആളുകളെ ഇവിടെ ഒരു സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനമാണ് സർക്കാർ ചെയ്യേണ്ടത്. ആനയുടെ വലിയ വിഷയങ്ങളുണ്ട്. ആനകൾ ഇപ്പോൾ ഇന്നലെ മുണ്ടക്കായ് ഭാഗത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം അത് ലൈറ്റ് കാര്യങ്ങളുമില്ല. ഇത് ആകെ ജനങ്ങളാകെ മന്ദിച്ച് എൻ്റെ വീട് പണി തന്നെ ഇപ്പോൾ ഒരു നിശ്ചലാവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം അത് ഇനി എന്ത് ചെയ്യണം, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു സർക്കാരിൻ്റെ അന്തിമ തീരുമാനം വരണ്ടേ. വളരെ നന്നാണ്, പ്രതീക്ഷ ഉണ്ട്. പക്ഷേ എന്താവും എന്നുള്ളത് വെച്ചാൽ നമുക്കും അറിയില്ല. എല്ലാ ജനങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു പുനരധിവാസം ഉദ്ദേശിക്കുന്നത്. സർക്കാർ ഇതുവരെ അതിനുള്ളൊരു തീരുമാനമായിട്ടില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും കൊടുക്കണമെന്നാണ്. ടൗൺഷിപ്പ് വിധത്തിലുള്ള ഇതിനാണ് ആഗ്രഹിക്കുന്നത്. അത് മേപ്പാടി കൽപ്പറ്റ ഉള്ളതാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൗകര്യവും. ഇവിടുന്ന് എല്ലാവരും വേർപെട്ട് പോയവർക്ക് ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കാനും ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിൽക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ കൂടുതൽ ഭൂരിപക്ഷം ജനങ്ങൾ. ഇവിടെ ഇത്രയും കാലം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. ഒരു ടൗൺഷിപ്പ് വരികയാണെങ്കിൽ അത് തന്നെയാണ് എല്ലാവർക്കും ജനങ്ങൾക്കൊരു അഭികാമ്യം. ഒരു പിടുത്തമില്ല. അപ്പോൾ നമ്മൾ പണിക്ക് പോവുക, രാവിലെ വൈകുന്നേരം 5 മണിക്കാകുമ്പോൾ വീട്ടിലെത്താൻ. അവിടുന്ന് 8 ആളുണ്ട്. ഇവിടെ താമസക്കാരനായിരുന്നു. അന്ന് എല്ലാവരും ഇവിടുന്ന് നടന്നാണ് പണിക്ക് പോയിന്ന്. ഒരു ജീപ്പ് വിളിച്ച് ആൾക്കാരെ കൊണ്ടുപോയി അങ്ങോട്ട് പണിക്ക്. ചിലവേറി, വരുമാനം കുറഞ്ഞു. അന്ന് കുറേ ഏലം പോയി, നശിച്ചു പോയി. ആ സമയത്ത് ക്യാമ്പിലൊന്നല്ലോ പറിക്കാൻ പറ്റില്ല. നല്ലോണം നഷ്ടമുണ്ട്. എന്നാലും അത് വിട്ടു പോകാൻ തോന്നില്ല. നമ്മുടെ ജോലിയും ഒരു വരുമാന മാർഗ്ഗമല്ലായിരുന്നു. പണിക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ട്. വേറെ ഒന്നും ഒരു പിടുത്തല്ല. അതുപോലെ വേറൊരു ഉദാഹരണം ഉള്ളത് ഈ പുത്തുമലക്കാർക്ക് കൊടുത്ത ആ വീട് ഇന്നും ആ ഒരു ദുരിതമാണ്. ഒരു പറഞ്ഞത് ഉരുൾ പൊട്ടണ്ടല്ലോ, നമുക്ക് പഴയ വീട് തന്നെ മതി എന്നാ. ആ വീടൊക്കെ ചോർന്ന് വെച്ചിട്ട് ഒരു അവസ്ഥയാണ്. ഒന്ന് സർക്കാർ അതൊക്കെ പോയി കാണണം. ഇത്രയും നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇപ്പോൾ സർക്കാർ ഭാഗം നിന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നമ്മളെ ചാനൽ എടുത്തിട്ട് പോകുക എന്നല്ലാതെ നമുക്ക് എന്തൊരു കാര്യം കിട്ടിയത്? പുനരധിവാസം ഇതുവരെ 5 മാസമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ആയിട്ടില്ലല്ലോ എന്നത് മാത്രമല്ലല്ലോ. ദീപക് മോഹനിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് പോകണം. ദീപക് മോഹൻ, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അതൊരു ചോദ്യമല്ലേ, 4 മാസമായി നമ്മൾ ഇവരുടെ കണ്ണീരും ദുരിതവും ഒക്കെ ഇങ്ങനെ അധികൃതരുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. പറഞ്ഞ ആ മനുഷ്യർ മടുത്തിട്ടുണ്ടാകും. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്? അവർ ചോദിച്ചതല്ല, ഇങ്ങോട്ട് പറഞ്ഞതാണ് തരാം എന്ന് പറഞ്ഞിട്ട് ആ വാക്കു മാത്രമായി അത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ദീപക്? എവിടെയാണ് അപാകത? സുജിയ പാർവതി, നമുക്കറിയാം ഈ ജൂലൈ 30-ാം തീയതി ഈ ഉരുൾപൊട്ടലുണ്ടാകുന്ന സമയത്ത് നമ്മളോട് ഓടിയെത്തി. അതിനുശേഷം സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം നടന്നു. പക്ഷേ ഇപ്പോഴും ദുരന്തബാധിതർ വലിയ ദുരിതത്തിൽ തന്നെയാണ്. വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലുമുള്ള പഞ്ചായത്തുകളിൽ ഇപ്പോഴും ദുരന്തബാധിതർ വാടകയ്ക്ക് കഴിയുന്നുണ്ട്. കൽപ്പറ്റ, മേപ്പാടി, മീനങ്ങാടി, സുൽത്താൻ ബത്തേരി, മാനന്തവാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ സർക്കാർ അനുവദിച്ചു കൊടുത്ത ഗസ്റ്റ് ഹൗസുകളിലും താമസിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അവർ വലിയ ദുരിതത്തിൽ ആയി എന്ന് പറയാൻ കാരണം ഈ മാസം, അതായത് ഈ നവംബർ പകുതിയോടുകൂടിയാണ് ഭക്ഷ്യക്കിറ്റിൻ്റെ വിവാദങ്ങളൊക്കെ വന്നത്. പിന്നീട് ഇപ്പോൾ ഭക്ഷ്യക്കിറ്റ് വിതരണം തന്നെ പാടെ നിലച്ചിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ, അതായത് ഈ ദുരന്തത്തിൽ പരിക്കേറ്റ ആളുകളുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി
കൂടുതൽ സൗകര്യങ്ങൾ ചികിത്സ സർക്കാർ വഹിക്കുമെന്നുള്ള രീതിയിലൊക്കെ നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ നിലച്ച മട്ടാണ്. 132 ആളുകളിൽ ആകെ 30 പേർക്ക് മാത്രമാണ് ഇത്തരത്തിൽ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട കൂടുതൽ സഹായങ്ങൾ ലഭ്യമായത്. അതുമായി ബന്ധപ്പെട്ട് ഇനിയും കുറേ കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പുനരധിവാസത്തിന് വേണ്ടി 2 ഭൂമി സർക്കാർ കണ്ടെത്തിയിരുന്നു. ഒന്ന് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ്, മറ്റൊന്ന് നെടുമ്പാലയിലെ മറ്റൊരു എസ്റ്റേറ്റും. പക്ഷേ ഈ 2 എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥർ ഇപ്പോൾ പിന്നീട് കോടതിയെ സമീപിച്ചു. ആ ഭൂമിയുടെ പ്രശ്നത്തിലും ഇപ്പോൾ നിയമക്കുരുക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടൊന്നും ഇതുവരെ ഇപ്പോഴും ദുരന്ത ബാധിതർക്ക് കൃത്യമായിട്ട് ഉള്ള ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. അതുതന്നെയാണ് നമ്മളിവിടെ വന്നപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ ഒരാളുകളുടെ പ്രതികരണം എടുക്കാൻ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, നിരവധി തവണ നമ്മളിവിടെ വന്നു, പക്ഷേ അധികൃതർ അവർക്ക് മുന്നിൽ കണ്ണ് തുറക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഈ തേയിലത്തോട്ടം മേഖലയാണ് ഇവിടെ. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബെയിലി പാലം, അതായത് ഈ ചൂരൽമലയിൽ ഇപ്പോൾ ആകെ ഇവിടെ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളാണ്. തമിഴ്നാട്ടിൽ നിന്ന്, അതായത് തമിഴ്നാട് ഗൂഡല്ലൂരിൽ നിന്നുള്ള തോട്ടം തൊഴിലാളികളായിട്ടുള്ള തേയില തൊഴിലാളികളെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഇവിടുന്ന് രാവിലെ അവർ പോകുന്നു, വൈകിട്ട് മടങ്ങുന്നു. അതിൽ മിക്ക ആളുകളും ഈ ദുരന്തത്തിൽ നേരത്തെ ജീവൻ നഷ്ടപ്പെട്ട, ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകളെല്ലാം ഇവിടെ നിന്ന് മാറിപ്പോയി. ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ പുറത്തുനിന്ന് കാഴ്ച കാണാനായി വരുന്ന ആളുകൾ ഒഴിച്ച് മറ്റൊരു തരത്തിലുമുള്ള ആളുകളും ഇവിടെയില്ല. അപ്പോൾ നമുക്ക് ബെയിലിപ്പാലത്തിലേക്ക് പോയാൽ കാണാം, ഇപ്പോഴും ദുരന്തബാധിതർ ദുരിതത്തിൽ തന്നെയാണെന്ന് തന്നെ പറയണം. അടിയന്തര ധനസഹായം ലഭിച്ച ആളുകൾ ഉണ്ടെങ്കിൽ പോലും ചില ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക് കിട്ടിയിട്ടില്ല എന്ന് രാവിലെ തന്നെ നമ്മളോട് ഒരാൾ പ്രതികരിച്ചിരുന്നു. മാത്രമല്ല നമ്മളുടെ വാർത്തയ്ക്ക് ശേഷവും മറ്റു പലരും തീർച്ചയായും ആ പ്രതീക്ഷയുടെ പാലമാണത്. അന്ന് ഈ ബെയിലി പാലം വന്നതിന്റെ വേഗം ഈ ധനസഹായ വിതരണത്തിലടക്കം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു നമുക്ക്. പക്ഷേ ആ പാലം കടന്ന് പോയ പ്രധാനമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും എത്രത്തോളം അവരുടെ ദുരിതത്തിൽ ഈ 4 മാസത്തിനിടയിൽ ഇടപെട്ടു എന്ന ചോദ്യം അവിടെ ബാക്കിയാണെന്നുള്ളതാണ് ഇന്ന് ചൂരൽമലയിലെത്തുമ്പോൾ ദീപക്കിന് നമുക്ക് കാട്ടിത്തരാൻ ഉള്ളത്.